എന്റെ പൊന്നെ, രാവിലെ തന്നെ എഴുന്നേറ്റ് ഇപ്പൊ സമയം എത്രയാവോ? ഏതായാലും 5 മണിയൊക്കെ ഉണ്ടാവും. എനിക്കറിയില്ല ടൈം എത്രയായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ വർക്കൗട്ട് ചെയ്യാൻ മോളിൽ പോയിട്ട് ഇന്നില്ലേ നന്നായിട്ട് ഡമ്പലടിക്കാം. അത് കാര്യം. ഓക്കെ, വേഗം മോളോട് കയറി നമുക്ക് ഡമ്പലടിക്കാം. ഡമ്പൽ വേണ്ട, നമുക്ക് ഫസ്റ്റ് ട്രെഡ്മില്ല് ഓടിക്കാം. അതായിരിക്കും നല്ലത്. ഓട് ഓട് ഓട്. ആരാണ് ഇങ്ങനെ വിളിക്കണത്? എടുത്തു നോക്കട്ടെ. ഹലോ അണ്ണാ, അണ്ണാ ഇന്ന് ന്യൂസ് കണ്ടോ? ഇല്ലടാ, ഞാൻ വർക്കൗട്ട് ചെയ്യാണ്. എന്തേ? അണ്ണൻ വേഗം ന്യൂസ് കണ്ടേ. അണ്ണൻ നെട്ടും. അണ്ണന്റെ വീടിന്റെ അടുത്തൊക്കെയാ അത് നടക്കണത്. എന്ത് നടക്കണത്? സസ്പെൻസ്. അണ്ണൻ തൽക്കാലം ഫോൺ കട്ടി. ശരി, എന്താന്നാവോ ന്യൂസ്? നമുക്കൊന്ന് വെച്ച് നോക്കാം. ബ്രേക്കിംഗ് ന്യൂസ്. ഇവിടെ മിസ്റ്റർ ബീസ്റ്റ് വന്നിരിക്കുന്നു. ഇവിടെ ഒരു മെഗാ റാമ്പ് റേസ് നടക്കുന്നുണ്ട്. ആ റേസിൽ ജയിക്കുന്നവർക്ക് ഈ ലംബോർഗിനി ടെറസോ. ഈ വഴി കണ്ടോ? ഈ വഴി ഭയങ്കര പാടാണ്. ഹേ മിസ്റ്റർ ബീസ്റ്റ്, ഈ വണ്ടി കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യെസ്, ഷുവർ. ഞാൻ എന്തേ കേക്കണത്? എന്റെ പൊന്നെ, ലംബോർഗിനി ടെറസോ കിട്ടിക്കഴിഞ്ഞ സീനാവും. അല്ല, എന്റെ വണ്ടി എവിടെ? എന്റെ വണ്ടി കാണാനില്ല. നമുക്ക് നടന്നു പോവാ, ഇതായിരിക്കും നല്ലത്. വേഗം പോവാ. അയ്യോ, ഞാനില്ലേ ഷർട്ട് ഇടാൻ മറന്നുപോയി. അതൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. നമുക്ക് വേഗം പോയി ഷർട്ട് ഇടാം. ഓക്കെ, ഞാനിങ്ങനെ ഷർട്ട് മാറ്റിയൊക്കെയാണ്. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാ. ഇങ്ങോട്ടേക്കാണെന്നറിയോ? ബൈക്ക് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ആ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് വലിയ സീനൊന്നുമില്ല. നമുക്ക് ബൈക്ക് എടുക്കണമെങ്കിൽ ഒരാളുടെ അടുത്ത് ലിഫ്റ്റ് ചോദിക്കാം. ചേട്ടാ ഒരു ലിഫ്റ്റ് തരുമോ? ഓക്കെ ഗീസ്, ഞാൻ അങ്ങനെ ഒരു ബൈക്ക് എടുത്തുകയാണ്. ഡ്യൂക്ക് കണ്ട നല്ല സുഖമാണ് ഇത് ഓടിക്കാൻ. എനിക്കിത് ഓടിച്ച അത്യാവശ്യം പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. ഒരു ദിവസം ഞാനും ടോം വേറെ ബൈക്കായിരുന്നു, ഞാൻ ഡ്യൂക്കായിരുന്നു എടുത്തത്. ഈ വണ്ടിക്ക് ഇത് സ്പീഡാണ്, ഒരു രക്ഷയില്ല. എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് ഓടിക്കാൻ. നമുക്ക് ആ റേസ് നടക്കണോടത്ത് പോവാം. ഗൈസ്, നമ്മങ്ങനെ ഇവിടെ എത്തിയൊക്കെയുണ്ടാവും. ഒരാൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇയാളെന്ന് റൈഡറാണ്. എന്തോ ഇയാളെങ്ങനെ ചോദിച്ചാൽ നമുക്ക് ആ ലംബോർഗിനിയുടെ കസ് കിട്ടൂല. നീ ഒന്നുകൂടി ഇല്ല റേസ് വയ്ക്കും. ആ റേസ് ഇല്ല ചിലപ്പോൾ ടഫായിരിക്കും. എനിക്ക് പാരച്ചൂട്ടുണ്ടല്ലോ, ആ ബാഗിൽ പാരച്ചൂട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല. റേസ് ഒരാൾ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് ഇടുന്നുണ്ട്. ഓക്കെ, ഇങ്ങേര് നല്ല സ്പീഡ് ഓടിക്കുന്നു വിചാരിക്കുന്നു. ഇങ്ങേരെന്തിനാ ഇത്ര വെയിറ്റുള്ള വണ്ടിയൊക്കെ കൊണ്ടുവന്നേക്കണത്? ഇയാൾ ഇല്ലേ വണ്ടി ചിലപ്പോൾ ബാലൻസ് ആയിട്ട് വീഴും. ഭയങ്കര വെയിറ്റാണ്. ഇനി പോരാണ്ട് മെഗാ റാമ്പ് ചാലഞ്ച്. ഒരു മിനിറ്റ്, ഇങ്ങേര് റേസ് കംപ്ലീറ്റ് ഏകദേശം ആക്കാൻ പോവാണ്. ഇയാൾ റൈഡറാണോ? അങ്ങേര് പോട്ടെ. ഓക്കെ, രക്ഷപ്പെട്ടു. ഗൈസ്, ഒരാൾ ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങേർന്ന നമ്പർ പ്ലേറ്റ് അടിച്ചിട്ടില്ലേ? ഇയാളെനിക്ക് തോന്നുന്നു മറ്റേ വണ്ടി വാങ്ങിക്കുമ്പോ ഇല്ലേ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടില്ലെന്ന്. ഇയാളുടെ ഒരു കവാസക്കിന്റെ വേറൊരു ഇത് ഏതാ വണ്ടി? കവാസക്കി ടെസ്റ്റിനാറാണോ? ഓക്കെ, ഇയാൾ വീണ്. യെസ്, ഹെൽമെറ്റ് ഇട്ടിട്ട് ഭാഗ്യം, തലയിടിക്കണ്ട് ഇയാളുടെ. അടുത്ത വണ്ടിയാണ് എൻ്റെ ആവാൻ പോണേ. എനിക്ക് ഹെൽമെറ്റൊക്കെ എടുത്ത് കിട്ടണം, ഇല്ലെങ്കിൽ വണ്ടിന്ന് വീഴും. നമുക്ക് ഈ വണ്ടി പാർപ്പിക്കാം. റേസൊക്കെ ചെയ്ത് വണ്ടി വിടാം. ഓക്കെ, വണ്ടി നമുക്കില്ലേ ഇതില്ല, പതിയെ കണ്ട് പോയാൽ മതി. എന്നാൽ ഈ റേസിന് പിന്നെ ടൈമറില്ല. ചില റേസിനൊക്കെ ടൈമറുണ്ട്. ഇതിപ്പോൾ ഇല്ലേ എല്ലാവരും ഒരുമിച്ച് വിടാത്തോണ്ടാണ് നമ്മ ഒറ്റടി ജയിക്കാത്തത്. അല്ലായിരുന്നു ഒരു സമയം പോവില്ലായിരുന്നു, വേഗം സമയം പോവും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോരുത്തരായിട്ട് വിടുമ്പോൾ
എന്തോ നമ്മ ഇങ്ങനെ റേസ് കംപ്ലീറ്റ് ആക്കി വെക്കണ്ട. ഓഫ് എൻ്റെ നടുടിഞ്ഞ് വേഗം മോളോട്ട് കയറാം. മിസ്റ്റർ അസിൻ, നിങ്ങൾക്ക് ദേ ഈ ലംബോഗിനെ ടർസ് കിട്ടിയൊക്കെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഹാർഡുള്ള റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്? അതെനിക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെയാണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത്. ഏതായാലും നിങ്ങൾ ബ്രില്യൻ്റ് ആണ്, അതിനാ ഒപ്പിച്ചു. താങ്ക്സ്. സോ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.